പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചനവായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ കർത്താവേ, വേഗം വരണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 7. സ്തേഫാനോസിൻ്റെ പ്രസംഗം. പ്രധാന പുരോഹിതൻ ചോദിച്ചു, ഇതെല്ലാം സത്യമാണോ? അവൻ പ്രതിവചിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടാമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നിൻ്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവൻ കൽദായ ദേശത്ത് നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിൻ്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. എങ്കിലും അവിടുന്ന് അവന് ഒരവകാശവും ഒരടി സ്ഥലം പോലും കൊടുത്തില്ല. എന്നാൽ ഈ ദേശം അവനും പിൻതലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അവൻ്റെ സന്താനങ്ങൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ വിദേശികൾ 400 വർഷത്തേക്ക് അടിമകളാക്കി പീഡിപ്പിക്കുമെന്നും ദൈവം പറഞ്ഞു. ദൈവം വീണ്ടും പറഞ്ഞു, അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും. പിന്നെ അവിടുന്ന് അവനുമായി പരിച്ഛേദനത്തിൻ്റെ ഉടമ്പടി ചെയ്തു. അബ്രാഹത്തിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു. 8-ാം ദിവസം അവനെ പരിച്ഛേദനം ചെയ്തു. ഇസഹാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാരും ജനിച്ചു. ഈ ഗോത്രപിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു. എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനെ എല്ലാ ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മുമ്പിൽ അവനെ സമ്മതനും ജ്ഞാനിയുമാക്കി. രാജാവ് അവനെ ഈജിപ്തിൻ്റെയും തൻ്റെ മുഴുവൻ്റെയും മേൽ അധികാരിയായി നിയമിച്ചു. അങ്ങനെയിരിക്കെ ഈജിപ്തിലും കാനാനിലും ക്ഷാമവും വലിയ കഷ്ടതയുമുണ്ടായി. നമ്മുടെ പിതാക്കന്മാർക്ക് ഭക്ഷ്യസാധനങ്ങളില്ലാതെ വന്നു. ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ അങ്ങോട്ടയച്ചു. അവർ 2-ാം പ്രാവശ്യം ചെന്നപ്പോൾ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി. ജോസഫിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഫറവോയും മനസ്സിലാക്കി. ജോസഫ് ആളയച്ച് പിതാവായ യാക്കോബിനെയും അവൻ്റെ എല്ലാ ബന്ധുക്കളെയും വരുത്തി. അവർ 75 പേരുണ്ടായിരുന്നു. യാക്കോബ് ഈജിപ്തിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ഷെക്കേമിലേക്ക് കൊണ്ടുവന്ന് കല്ലറയിൽ സംസ്കരിച്ചു. ഈ കല്ലറ അബ്രഹാം ഷെക്കേമിലെ ഏമോറിൻ്റെ പുത്രന്മാരിൽ നിന്ന് വെള്ളി നാണയങ്ങൾ കൊടുത്തു വാങ്ങിയതാണ്. അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാറായപ്പോൾ ഈജിപ്തിൽ ജനം വളർന്നു പെരുകി. അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു. അവൻ നമ്മുടെ വംശത്തെ വഞ്ചിച്ചുകൊണ്ട് പിതാക്കന്മാരോട് ക്രൂരമായി പെരുമാറി. ശിശുക്കൾ ജീവിക്കാതിരിക്കാൻ അവരെ പുറത്തെറിഞ്ഞ് കളയുന്നതിന് നിർബന്ധിച്ചു. ഈ കാലത്ത് മോശ ജനിച്ചു. അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. 3 മാസത്തോളം പിതൃഭവനത്തിൽ അവൻ വളർന്നു. പുറത്തെറിയപ്പെട്ട അവനെ ഫറവോയുടെ പുത്രി എടുത്ത് സ്വന്തം മകനായി വളർത്തി. ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശ നേടി. വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു. അവന് 40 വയസ്സ് തികഞ്ഞപ്പോൾ തൻ്റെ സഹോദരരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അഭിലഷിച്ചു. അവരിലൊരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവൻ സഹായത്തിനെത്തി. ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി. ഉപദ്രവിക്കപ്പെട്ടവനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ദൈവം അവരെ
താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അവർ അത് മനസ്സിലാക്കിയില്ല. അടുത്ത ദിവസം അവർ ശണ്ട കൂടിക്കൊണ്ടിരിക്കെ അവൻ അവരുടെ അടുത്ത് ചെല്ലാനിടയായി. അവരെ അനുരഞ്ജിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരാണ്, എന്തിന് പരസ്പരം ദ്രോഹിക്കുന്നു? അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവൻ മോശയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു? ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിൻ്റെ ഭാവം? ഇത് കേട്ട മോശ മിദ്യാനിലേക്ക് ഓടിപ്പോയി. അവിടെ പരദേശിയായി ജീവിച്ചു. അവിടെ വച്ച് അവന് 2 പുത്രന്മാർ ജനിച്ചു. 40 വർഷങ്ങൾക്ക് ശേഷം സീനായി മലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപടർപ്പിനുള്ളിൽ അഗ്നിജ്വാലകളുടെ മധ്യേ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനത്തിൽ അത്ഭുതപ്പെട്ടു. സൂക്ഷിച്ചു നോക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ടു, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഭയവിഹ്വലനായ മോശ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു. അവരുടെ ദീനരോധനം ഞാൻ കേട്ടു. അവരെ വിമോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വരൂ, നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും. ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമാക്കി അയച്ചു. ഈജിപ്തിലും ചെങ്കടലിലും 40 വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവൻ അവരെ നയിച്ചു. ദൈവം നിങ്ങളുടെ സഹോദരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തും എന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ്. സീനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി ജീവവചസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ്. നമ്മുടെ പിതാക്കന്മാർ അവനെ അനുസരിച്ചില്ല. അവർ അവനെ നിരാകരിക്കുകയും ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു. അവർ അഹരോനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിർമ്മിച്ചു തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന മോശയുണ്ടല്ലോ, അവന് എന്ത് സംഭവിച്ചുവെന്ന് അറിഞ്ഞുകൂടാ. അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് ആ വിഗ്രഹത്തിന് ബലിയർപ്പിച്ചു. സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തി. ദൈവം അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശശക്തികളെ ആരാധിക്കാൻ അവരെ കൈവെടിയുകയും ചെയ്തു. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇസ്രായേൽ ഭവനമേ, 40 വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ബലിമൃഗങ്ങളെ നൽകുകയോ ബലികളർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരാധിക്കാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മോളോക്കിൻ്റെ കൂടാരവും റോംഫാദേവൻ്റെ നക്ഷത്രവും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു. ബാബിലോണിനും അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ നാടുകടത്തും. മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഒരു സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു. മോശ കണ്ട മാതൃകയിൽ നിർമ്മിക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചതനുസരിച്ച് തീർത്ത കൂടാരം. തങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതിയരുടെ ഭൂമിയിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജോഷുവയുമൊത്ത് പ്രവേശിച്ചപ്പോൾ അത് കൂടെ കൊണ്ടുപോന്നു. ദാവീദിൻ്റെ കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു. ദൈവം അവനിൽ പ്രസാദിച്ചു. യാക്കോബിൻ്റെ ദൈവത്തിനായി ഒരു ആലയം പണിയാൻ അവൻ അനുവാദം അപേക്ഷിച്ചു. എങ്കിലും സോളമനാണ് അവിടത്തേക്ക് ആലയം പണിയിച്ചത്. എന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. കർത്താവ് അരുളി ചെയ്യുന്നു, ഏതുതരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? ഇവയെല്ലാം എൻ്റെ കരവേലകൾ തന്നെയല്ലേ? മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു.
എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല, സ്തേഫാനോസിനെ വധിക്കുന്നു. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചുവെച്ചു. അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവെ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. പ്രിയ സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തെക്കുറിച്ച് നമുക്കൊരു നിമിഷം ധ്യാനിക്കാം. ആദ്യകാല സഭ നേരിട്ട അതികഠിനമായ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ സ്തേഫാനോസ് യഹൂദ പ്രമാണികളുടെ മുൻപിൽ നടത്തുന്ന ധീരമായ പ്രസംഗമാണ് ഈ അധ്യായത്തിൻ്റെ ചരിത്രപരമായ അന്തസത്ത. അബ്രാഹാം മുതൽ മോശ വരെയും ദാവീദ് മുതൽ സോളമൻ വരെയുമുള്ള ഇസ്രായേലിൻ്റെ രക്ഷാകര ചരിത്രത്തിലൂടെ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ മിശിഹായിൽ പൂർത്തിയായി എന്ന സത്യമാണ് ഇതിലെ പ്രധാന സന്ദേശം. പരിശുദ്ധാത്മാവിനാൽ ഉത്തേജിതനായ സ്തേഫാനോസ് തൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ ദൃശ്യമായ സഭയുടെ അധികാരത്തെയും കൂദാശപരമായ ബലിയർപ്പണത്തെയുമാണ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. ക്രിസ്തുവിനു വേണ്ടി ജീവൻ നൽകാൻ മടിക്കാത്ത സ്തേഫാനോസിനെ പോലെ ഇന്നത്തെ ആധുനിക ലോകത്ത് വിശ്വാസത്തിനു വേണ്ടി ഓരോ ദിവസവും നാം നേരിടേണ്ടി വരുന്ന രക്തരഹിത രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ നിരന്തരം എതിർത്തവർക്കെതിരെയുള്ള പ്രവാചക ശബ്ദമായി ഈ 7-ാം അധ്യായം ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സമകാലിക വിശ്വാസികളെ നമുക്ക് ആഴമേറിയ ആത്മീയ ഉൾക്കാഴ്ചകളാണ് സ്തേഫാനോസിൻ്റെ ഈ സാക്ഷ്യം പകർന്നു നൽകുന്നത്. പഴയ നിയമ ചരിത്രത്തെ ക്രിസ്തുവിനോട് ചേർത്ത് നാം വായിക്കുമ്പോൾ പിതാവായ ദൈവം എപ്രകാരമാണ് മനുഷ്യ ചരിത്രത്തിൽ ഇടപെടുന്നതെന്ന് നമുക്ക് ബോധ്യമാകും. നമ്മുടെ പാപങ്ങൾക്കും അനീതികൾക്കും മേൽ ദൈവത്തിൻ്റെ ആസന്നമായ വിധി വരുമെന്ന ഗൗരവമായ മുന്നറിയിപ്പ് ഈ അധ്യായവും നമുക്ക് നൽകുന്നുണ്ട്. എങ്കിലും തന്നെ കല്ലെറിയുന്നവർക്കായി ക്ഷമ ചോദിക്കുന്ന സ്തേഫാനോസിലൂടെ ദൈവത്തിൻ്റെ അതിരറ്റ കരുണയുടെയും പ്രത്യാശയുടെയും വലിയ ഉറവിടം ഇവിടെ ദൃശ്യമാകുന്നു. ലോകത്തിൻ്റെ വെല്ലുവിളികൾക്കിടയിലും സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നത് ദർശിക്കുന്ന സ്തേഫാനോസ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നിത്യമായ ജീവൻ്റെ പ്രത്യാശയാണ് നമുക്കും കാണിച്ചു തരുന്നത്. ഓരോ വിശ്വാസിയും തൻ്റെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ 2-ാം വരവിനായി നാം ഓരോരുത്തരും എത്രത്തോളം ഒരുക്കമുള്ളവരാണെന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. 1-ാം അധ്യായത്തിൽ മാലാഖമാർ പ്രവചിച്ചതുപോലെ യേശു സ്വർഗത്തിലേക്ക് പോയ അതേ രീതിയിൽ തന്നെ മഹത്വത്തോടെ മടങ്ങി വരും എന്ന സത്യം സ്തേഫാനോസിൻ്റെ ദർശനം സ്ഥിരീകരിക്കുന്നു. അന്ത്യവിധിക്ക് മുൻപായി സകല ജനപദങ്ങളെയും ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന സഭയുടെ ദൗത്യം സമയത്തിനെതിരെയുള്ള ഒരു ഓട്ടമാണെന്ന് നാം തിരിച്ചറിയണം. ഈ ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധികൾക്കിടയിലും കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിനായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കർത്താവിനായി നിലകൊള്ളുന്നവർക്ക് സ്വർഗീയ സമാധാനം ഉറപ്പാണെന്ന വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്കൊരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസരായി നമുക്ക് ജീവിക്കാം. സ്തേഫാനോസിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ക്രിസ്തീയ വിളിയെ ധീരമായി നെഞ്ചിലേറ്റാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.